ഉദ്യോഗസ്ഥന്മാരെ തലങ്ങും വിലങ്ങും മാറ്റി. തിരുവനന്തപുരത്തുള്ള ഉദ്യോഗസ്ഥനെ കാസർഗോഡും വയനാട്ടിലേക്കും ഇടുക്കിയിലേക്കും മാറ്റുന്നു. ഗവൺമെൻറ്റിന് ആവശ്യമായ പിൻബലം കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തല്ലോ. ഞങ്ങൾക്കാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായവുമില്ല, ശത്രുതാ മനോഭാവമാണ്. എന്നാൽ ഇന്നത്തെ ഗവൺമെൻറ്റിന് ഉദാരമായ നിലപാടാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത്. 500 കോടിയിലധികം രൂപ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ ഭക്ഷ്യവകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നൽകിയതായിട്ടല്ലേ പത്രങ്ങൾ കണ്ടത്. സ്ത്രീകൾക്ക് ലഭ്യമായിരുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി പൂർണ്ണമായി അട്ടിമറിച്ചു. അതിൻ്റെ 4-1 ഭാഗം ചെലവ് മാത്രം വരുന്ന ട്രാൻസ്പോർട്ട് ബസ്സിലെ പ്രിയദർശിനി പദ്ധതിയിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായി. മുൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ സർക്കാർ അധികാരത്തിലേറിയിട്ട് 3 മാസങ്ങൾ പിന്നിടുകയാണ്. അങ്ങ് എങ്ങനെയാണ് ഈ ഒരു കാലയളവിനെ വിലയിരുത്തുന്നത്? സർക്കാർ തികഞ്ഞ പരാജയമാണ് ഈ 100 ദിവസങ്ങളിലൂടെ കാണാൻ കഴിയുന്നത്. പത്രവാർത്താ മാധ്യമങ്ങളിലുള്ള പ്രചരണമല്ലാതെ ജനജീവിതത്തെ നേരിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം കാണുന്നില്ല. പൊതുവിതരണ സംവിധാനം ആകെ താളം തെറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ഓണക്കാലത്ത്, ആ ഓണമാസം ഓഗസ്റ്റും സെപ്റ്റംബർ 4 വരെയാണ്. എന്നാൽ ആ ഓണക്കാലത്ത് ഓണമാസത്തിൽ തന്നെ 83 ലക്ഷത്തോളം കുടുംബങ്ങൾ കേരളത്തിലെ പൊതുവിതരണ സംവിധാനമായ റേഷൻ കടകളിലൂടെ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിയതാണ് കണക്കുകൾ കാണിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ നിമിഷം വരെ നമുക്ക് കാണാൻ കഴിയുന്ന കണക്കുകൾ വെറും 68 ലക്ഷം കുടുംബങ്ങൾ മാത്രമാണ് റേഷൻ കടകൾ രാവിലെ 10 മണി വരെ വാങ്ങിയ കണക്ക് കാണിക്കുന്നത്. അതുപോലെ തന്നെ പൊതുവിതരണ സംവിധാനത്തെ പോലെ സഹായിക്കാൻ കഴിയുന്നതാണ് സപ്ലൈകോ. സപ്ലൈകോയുടെ വിൽപ്പന എടുത്തു നോക്കിയാൽ 324 കോടി രൂപയുടെ വിൽപ്പനയാണ് ഇന്ന് 12 മണി വരെ. എന്നാൽ കഴിഞ്ഞ ഓണക്കാലത്ത് ഈ ഉത്രാടം ദിവസം വൈകുന്നേരമാകുമ്പോൾ 387 കോടി രൂപയുടെ വിൽപ്പന. അതിൽ 121 കോടി രൂപ, 180 കോടി, അന്ന് 180 കോടി രൂപ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിറ്റതാണ്. ഇന്ന് 121 കോടിയാണ് ഇന്നത്തെ വിൽപ്പന കാണുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നത് സബ്സിഡി തലത്തിൽ ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്ന നിലപാടുകൾ വളരെ പരിമിതമായി വരുന്നതിൻ്റെ കണക്കാണ് കാണിക്കുന്നത്. ഓരോ ഉൽപ്പന്നങ്ങളുടെ ക്വാണ്ടിറ്റിയുടെ വിൽപ്പന നോക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. വെളിച്ചെണ്ണ കഴിഞ്ഞോടെ 22 ലക്ഷം ലിറ്ററാണ് വെളിച്ചെണ്ണ വിറ്റത്. മുളകാണെങ്കിലും അതുപോലെ ഏകദേശം 1.5 ലക്ഷം ക്വിൻ്റൽ മുളക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഓരോ നിത്യോപയോഗ സാധനങ്ങളും. അപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഭക്ഷ്യവകുപ്പ് കാണിക്കുന്ന ഒരു അഭ്യാസം, കണക്കുകൾ കൊണ്ടുള്ള ഒരു കസർത്ത് കാണിച്ച് ജനങ്ങളുടെ മനസ്സിനെ മാറ്റാനുള്ള നോക്കുന്നത്, യാഥാർത്ഥ്യങ്ങൾ, വസ്തുതകൾ, കണക്കുകൾ കാണിക്കുന്നുണ്ട്. ആ കണക്കുകൾ പരിശോധിച്ചാൽ തികഞ്ഞ പരാജയമാണ് ഈ ഓണക്കാലത്ത് ഭക്ഷ്യവകുപ്പും ഗവൺമെൻറ്റും കാട്ടിയിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നിലവിൽ ആ സർക്കാരും അതുപോലെ വകുപ്പും അവകാശപ്പെടുന്നത്. അതിവിടെ നമ്മൾ സംവിധാനത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ കേരളത്തിൽ ഇന്ത്യയുടെ ഓരോ സംസ്ഥാനത്തെയും വിലവർധനവും അതിൻ്റെ തോതും ആയി പരിശോധിച്ചാൽ കേരളം എപ്പോഴും പുറകിലാണ്. കൺസ്യൂമർ സ്റ്റേറ്റ് ആണെങ്കിൽ പോലും കേരളത്തിൽ ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തെ അധികം പരിക്കില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നമുക്ക് വില പിടിച്ചു നിർത്താൻ കഴിയും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സപ്ലൈകോ. കഴിഞ്ഞ ഓണക്കാലത്ത് 53 ലക്ഷം കുടുംബങ്ങൾ സപ്ലൈകോ കടകളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി. ഇത്തവണത്തെ കണക്ക് നോക്കട്ടെ. അതുപോലെ കൺസ്യൂമർ ഫെഡിൻ്റെ സ്ഥാപനം, സഹകരണ സ്ഥാപനം, കൃഷി വകുപ്പിൻ്റെ വിവിധ ചന്തകൾ, ഇതിലൂടെയെല്ലാം ജനങ്ങൾക്ക്, മഹാഭൂരിപക്ഷം ജനതയ്ക്കും ആശ്വാസം പകരാൻ കഴിയുന്ന ഒരു സംവിധാനമുള്ള കേരളമായതുകൊണ്ടാണ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയുന്നത്. ഒരു ഗവൺമെൻറ് അതിന് തകരാറുണ്ടാക്കാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ, ന്യായവിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാകാനുള്ള ഈ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ പോകാൻ കഴിയും. പൊതുവിൽ എങ്ങനെയാണ് 3 മാസത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത്? പ്രത്യേകിച്ച് ഈ ഒരു പ്രളയമുണ്ടായി, അതിന് പിന്നാലെ തന്നെ മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ടുണ്ട്. ഇവിടെയൊക്കെയും സർക്കാരിൻ്റെ ഇടപെടലുകൾ, വളരെ വൈകിട്ടുള്ളൊരു ഇടപെടൽ, വലിയ വിമർശനങ്ങളൊക്കെ ഇടവച്ചിരുന്നു. ഇപ്പോൾ 3 മാസം, ഇന്നിപ്പോൾ 100 ദിനങ്ങൾ പിന്നിടുകയാണ്. പുതിയ സർക്കാർ ഭരണത്തിൽ വന്നപ്പോൾ അവർ ശ്രദ്ധിച്ചതെന്താ? ജനക്ഷേമമല്ല, അവരുടെ രാഷ്ട്രീയം ശക്തമായി നടപ്പാക്കാനുള്ള പരിശ്രമമാണ്. ഉദ്യോഗസ്ഥന്മാരെ തലങ്ങും വിലങ്ങും മാറ്റി. തിരുവനന്തപുരത്തുള്ള ഉദ്യോഗസ്ഥനെ കാസർഗോഡും വയനാട്ടിലേക്കും ഇടുക്കിയിലേക്കും മാറ്റുന്നു. എല്ലാ വകുപ്പിലും ഒരു നിയന്ത്രണവുമില്ലാത്ത സ്ഥലം മാറ്റം. അപ്പം പരിചയസമ്പന്നരായിട്ടുള്ള അനുഭവമുള്ള ഉദ്യോഗസ്ഥർ ഈ ഓണസമയത്ത്
ആ അനുഭവം വെച്ചുകൊണ്ട് മാർക്കറ്റിൽ ഇടപെടുന്ന കാര്യമാണെങ്കിലും പൊതുപ്രവർത്തനങ്ങൾ ഇപ്പം പ്രളയം ഉണ്ടായപ്പോൾ ആ സമയത്ത് ഇടപെടേണ്ട ഫീൽഡിൽ നിന്നിട്ടുള്ള ഉദ്യോഗസ്ഥർ ആരും തന്നെ ഇല്ല. ഓഫീസിനകത്ത് 10 വർഷം വർക്ക് ചെയ്തിരുന്ന ആളുകളെല്ലാം ഫീൽഡിലേക്ക് വരുന്നു. അത് എല്ലാ മേഖലയും ബാധിച്ചു. എല്ലാ വകുപ്പിനെയും ആ അനുഭവ സമ്പത്തില്ലാത്ത ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടം വന്നതോടുകൂടി എല്ലാ മേഖലയും ബാധിച്ചു. അതാണ് തികഞ്ഞ പരാജയമാകാനുള്ള കാരണം. ഗവൺമെൻറ്റിന് ആവശ്യമായ പിൻബലം കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തല്ലോ. ഞങ്ങൾക്കാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായവുമില്ല, ശത്രുതാ മനോഭാവമാണ്. എന്നാൽ ഇന്നത്തെ ഗവൺമെൻറ്റിന് ഉദാരമായ നിലപാടാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത്. 500 കോടിയിലധികം രൂപ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ ഭക്ഷ്യവകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നൽകിയതായിട്ടല്ലേ പത്രങ്ങൾ കണ്ടത്. കാർഷിക രംഗത്ത് നെല്ല് സംഭരിച്ച ഇനത്തിലുള്ള പൈസ കൊടുക്കാനുള്ള പണം മുഴുവൻ കേന്ദ്രം കൊടുത്തല്ലോ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉദാര നിലപാടുണ്ടായിട്ടും സാമ്പത്തിക സൗകര്യങ്ങൾ കിട്ടിയിട്ടും ഈ ഗവൺമെൻറ്റിൻ്റെ സമീപനം കൊണ്ട് മാത്രമാണ് ഈ ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ 5 ഗ്യാരണ്ടികൾ മുന്നോട്ട് വച്ചിരുന്നു. അതിൽ തന്നെ ഇപ്പോൾ ഈ ആരോഗ്യ ഇൻഷുറൻസ് അടക്കമുള്ളവ ഇപ്പോഴും നടപ്പിലാക്കാത്തൊരു സാഹചര്യം മുന്നിലുണ്ട്. മറ്റൊന്ന് LDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ കൊണ്ടുവന്നിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ അടക്കം, പെൻഷനിൽ തന്നെ വലിയ അട്ടിമറികൾ നടക്കുന്ന ഒരു സാഹചര്യം ജനങ്ങൾക്ക് വലിയ ആശങ്കകളുണ്ട്. അതെ, സ്ത്രീകൾക്ക് ലഭ്യമായിരുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി പൂർണ്ണമായി അട്ടിമറിച്ചു. അതിൻ്റെ 4/1 ഭാഗം ചെലവ് മാത്രം വരുന്ന ട്രാൻസ്പോർട്ട് ബസ്സിലെ പ്രിയദർശിനി പദ്ധതിയിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായി. അതുതന്നെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്താ പറഞ്ഞത്? ആ പദ്ധതിക്ക് തന്നെ എതിരായിട്ടുള്ള നിലപാടെടുത്തു. തികഞ്ഞ പരാജയ വാക്കുകളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. 1 മാസം പിന്നിട്ടപ്പോൾ തന്നെ അത് ഉപയോഗപ്പെടുത്തുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് അപമാനം ഉണ്ടാക്കുന്ന പ്രതികരണമാണ് വകുപ്പ് മന്ത്രിയിൽ നിന്നുണ്ടായത്. ഇത് ഓരോ വകുപ്പിലും കാണാൻ കഴിയും. എല്ലാ വകുപ്പിലെയും പദ്ധതികൾ എടുത്തു നോക്കിയാൽ LDF പദ്ധതിയെ പുനരാവിഷ്കരിച്ച് വേറെ രീതിയിലേക്ക് കൊണ്ടുവന്നതല്ലാതെ അത് ഫലപ്രദമായി നടപ്പാക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം കാണാത്ത സ്ഥിതിയാണ് നമുക്ക് ഓരോന്നിലും കാണുന്നത്. ഈ മത്സ്യത്തൊഴിലാളികളെ കാണാതായി 2 ആഴ്ച പിന്നിടുമ്പോൾ അതിൽ 8ാമത്തെ ദിവസം തന്നെയാണ് മുഖ്യമന്ത്രി ഒരു കാര്യമായ ഇടപെടൽ നടത്തുന്നത്. വലിയ വിമർശനങ്ങൾക്ക് ഇടവച്ചിരുന്നു. അന്ന് തന്നെ വലിയ രീതിയിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ആ മത്സ്യത്തൊഴിലാളികളെ അപമാനിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് അന്ന് നടത്തിയത്. അതെ, മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് 10 ദിവസം കഴിഞ്ഞാണ് മത്സ്യത്തൊഴിലാളിയുടെ വീട്ടിൽ ഒരു മന്ത്രി സന്ദർശിക്കുന്നത്. ഞങ്ങളെല്ലാം പോയതിന് ശേഷമാണ്. ഞങ്ങളെല്ലാം പോയി ആശ്വാസവാക്കുകൾ പറയുമ്പോഴും അവർ വലിയ ആശങ്കയോടുകൂടിയാണ് ഗവൺമെൻറ് നിലപാടിനെ അവർ കണ്ടത്. ഇത് ആ വിഷയത്തിൽ മാത്രമല്ല, ഏത് വിഷയത്തിലാണ് വളരെ ഗൗരവമേറിയ ഒരു ഘട്ടം ആ പ്രളയത്തിൻ്റെ കനത്ത മഴ ഉണ്ടാക്കിയ നാശത്തിൻ്റെ ഇടയിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നമ്മൾ കണ്ടില്ലേ? മുഖ്യമന്ത്രി ആഘോഷ പരിപാടികളുടെ പുറകിലായിരുന്നു. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ചില മാധ്യമങ്ങളുടെ പിൻബലമുള്ളത് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ വലിയ ചർച്ചയാകാതെ രക്ഷപ്പെട്ടു പോകുന്നത് എന്നതാണ് സത്യം. പൊതുവിൽ ഈ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി പുറത്തുവിട്ടുള്ള കണക്കുകൾ അത് ഗിമ്മിക്കുകളാണ് എന്നുള്ളത് തന്നെയാണ് വിമർശനം, അല്ലേ? അല്ല, കണക്കുകൾ നോക്കാം. അവർ സൈറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കട്ടെ. ഇപ്പം റേഷൻ വാങ്ങുന്ന ഓരോ ആളിൻ്റെ ഡീറ്റെയിൽസും പൊതുവിതരണ വകുപ്പിൻ്റെ സൈറ്റിലുണ്ട്. അതാണ് ഞാൻ കണക്ക് പറഞ്ഞത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 86.77%, 82,55,441 പേർ ഉത്രാട ദിവസം വരെ അരി വാങ്ങിയതിൻ്റെ കണക്കാണ്. ഇന്നത്തെ കണക്ക് രാവിലെ ഉച്ചയ്ക്ക് 12:30 വരെ 61,239 പേരാണ്. ഇനി വൈകുന്നേരം കൂടെ ഒരു 5 ലക്ഷം വാങ്ങിയാൽ പോലും 10-12 ലക്ഷം കഴിഞ്ഞവണത്തേക്കാൾ പുറകിലല്ലേ? ഇതുപോലെ സപ്ലൈകോയുടെ കണക്ക് കാണട്ടെ. സപ്ലൈകോയുടെ കണക്ക് 1-ാം തീയതി മുതൽ ഇന്ന് വൈകുന്നേരം വരെയുള്ള കണക്കാണല്ലോ ഓണത്തിൻ്റെ വിൽപ്പന. കഴിഞ്ഞ വർഷത്തെ ഒരു പ്രത്യേകത, ഓണം വന്നത് സെപ്റ്റംബർ 2 അപ്പോൾ സെപ്റ്റംബർ 2-ാം തീയതി വരെ നമുക്ക് വിൽപ്പന നടത്തേണ്ടത്. അതാണ് 33 ദിവസം കണക്ക് വന്നത്. ഓഗസ്റ്റും സെപ്റ്റംബറിലെ 3 ദിവസം കൂടെ ചേർത്തുള്ള കണക്കാണ്. ഇത്തവണ ഓഗസ്റ്റിൽ മാസം തന്നെ ക്ലിയറായിട്ട് ഓണം വരികയാണ്. അപ്പോൾ ഓഗസ്റ്റ് മാസത്തെ വിൽപ്പനയാണ് ഓണം വിൽപ്പന. ആ 25 ദിവസത്തെ വിൽപ്പനയുടെ കണക്ക് പുറത്ത് വരുമ്പോൾ സബ്സിഡി ഇനത്തിൽ 121 കോടിയുടെ വിൽപ്പന ഉണ്ടായിട്ടുള്ളൂ. ഇങ്ങനെ ഒരു കള്ളക്കണക്ക് പ്രചരിപ്പിക്കാനുള്ള കാരണം എന്തായിരിക്കും? ഇത് അവർക്ക് രക്ഷപ്പെടണ്ടേ? ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങളാണ് എപ്പോഴും ഇവർ സ്വീകരിക്കുന്നത്. ആത്മാർത്ഥത അല്പം പോലുമില്ല. ജനങ്ങളെ മനസ്സിനെ മാറ്റിമറിക്കാനുള്ള വാർത്ത കൊടുക്കുക, ജിമ്മിക്കുകൾ കാണിക്കുക, ഇത് അവരുടെ ഒരു ശീലമാണ്. 121 കോടി രൂപയുടെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിറ്റ ഒരു സ്ഥാപനം വലിയ മാറ്റം വരുത്തിയെന്ന് പറഞ്ഞ് അവകാശപ്പെട്ടാൽ എന്താണ്? അതുകൊണ്ട് കണക്ക് പുറത്ത് കാണാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് റേഷൻ സംവിധാനത്തെ പോലെ പുറത്തുവിടട്ടെ.
അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ 121 കോടി രൂപയുടെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുന്ന ദയനീയമായ ചിത്രമാണ് സപ്ലൈകോയിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ കൺസ്യൂമർ ഫെഡിൻ്റെയും മറ്റ് കണക്കുകളും പുറത്തു വരുമ്പോൾ നമുക്ക് യഥാർത്ഥ ചിത്രം അറിയാൻ കഴിയും. വളരെ ശക്തമായിട്ടുള്ള വിമർശനമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ആ കണക്കുകളിൽ അവ്യക്തതയുണ്ട്. കാരണം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കങ്ങളാണ് നിലവിൽ സംസ്ഥാന സർക്കാരും ഭക്ഷ്യപൊതുവിതരണ വകുപ്പും നടത്തിയതെന്നുള്ളതാണ് മുൻ ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അബൂ താഖറിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.